ഈ പ്രഭാതത്തിൽ വിശുദ്ധ ദിവസങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ പാദപടത്തിൽ കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും തന്ന അവസരത്തിനായി സ്തോത്രം. ബൈബിൾ ക്ലാസ്സായി ഞങ്ങൾ കർത്താവിന്റെ സംഘം കടന്നു വരുന്നു. സൺഡേ സ്കൂളിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ കാര്യങ്ങൾ തരുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുന്ന പഠിക്കുന്ന ഭാഗങ്ങൾ, വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടന്നൊന്ന് പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കാലാവസ്ഥ പ്രതികൂലങ്ങളിലൊക്കെ എല്ലാവരും അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കിടക്കുന്നേ ഉള്ളൂ. 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നല്ലോ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു കാലത്തും ഒരു സമയത്തും നിർബന്ധിക്കുന്നില്ല നിങ്ങളത് ചെയ്യണമെന്ന്. ചെയ്യുന്നെങ്കിൽ മാത്രം ഉള്ള പ്രമാണത്തെ ആ കർത്താവ് നമ്മളോട് അറിയിക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആടുകളെക്കുറിച്ചും കാളക്കിടാവിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു. അത് എപ്രകാരം ഹോമയാഗപീഠത്തിൽ അർപ്പിക്കണമെന്നും അത് അർപ്പിക്കുന്നതിലൂടെ എന്തുമാത്രം വിശുദ്ധി നമ്മൾ കൈവരിക്കണമെന്നൊക്കെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ആ യാഗത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആടിനെ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ അർപ്പിക്കുന്നതല്ല. അവിടുത്തെ ചിന്ത ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊരു യാഗം എല്ലാം നീക്കി ക്ലീനാക്കി വിശുദ്ധീകരിച്ച് ഒരു മൃഗത്തെ കൊണ്ടുവരുമ്പോൾ ആ പെർഫെക്റ്റ്നെസ് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, നമ്മളെ കൊണ്ട് അതിന് കഴിയുകയില്ല. ആ ഒരു പെർഫെക്റ്റ് ആകുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നമുക്ക് അതിനുള്ള പ്രാപ്തിയില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, ഒരു നന്മയും നമ്മളിൽ കാണാതിരിക്കുമ്പോൾ, തികഞ്ഞ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൃഗത്തെ അർപ്പിച്ച് അതിൽ നിന്ന് മോചനം നേടാൻ, അത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നത്. ഈ കാണുന്ന ഏതെങ്കിലും മൃഗങ്ങളെ അർപ്പിക്കുകയോ അല്ലെങ്കിൽ വഴിപാടൊക്കെ നടത്തുമ്പോൾ എല്ലാത്തിനകത്തും ഒരു ഇംപെർഫെക്റ്റ് ഉണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ പാപമില്ലാത്ത, തികഞ്ഞ പെർഫെക്റ്റായ, പാപം ചെയ്യാത്ത, നന്മ മാത്രം വസിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ യാഗം ദഹിപ്പിക്കണമെന്നൊരു പദമുണ്ട്. ദഹിപ്പിക്കുന്ന ബേൺ ഓൾ ഓൺ ദി ആൾട്ടർ, എല്ലാം ആ യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. അപ്പോൾ ദഹിപ്പിക്കുമ്പോൾ ആ ദഹിപ്പിക്കുന്നത് ഒരു സൗരഭ്യമായി കൺവേർട്ട് ചെയ്യുകയാണ്. അതിന് എബ്രായ പദം അതാണ് ഉദ്ദേശിക്കുന്നത്. ദഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ ദഹനത്തിലൂടെ ദുർഗന്ധമല്ല, ആ ദഹിപ്പിക്കുന്നതിലൂടെ ഒരു സൗരഭ്യമാണ് ഈ മൃഗത്തിന്റെ യാഗത്തിലൂടെ കടന്നു വരുന്നത്. ആ ഒരു വാക്ക് എബ്രായ ഭാഷയിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ദഹിപ്പിക്കുന്നതിന് പകരം കൺവേർട്ട് ഇൻ ടു ദി ഇൻസെക്ട്സ്, അതായത് അത് മാറ്റി ആ യാഗമൃഗത്തെ പൂർണ്ണമായി മാറ്റി സൗരഭ്യമാക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ദഹിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ സൗരഭ്യമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശുമായി ബന്ധിച്ച് ചിന്തിച്ചാൽ, തൻ്റെ പുത്രൻ അനുഭവിച്ച ഓരോ വ്യഥയും, അവൻ കടന്നുപോയ ഓരോ ശരീരത്തിലെ വേദനകളും അനുഭവങ്ങളും, അതൊക്കെയും വേദന കൊണ്ട് നിലവിളിക്കുന്നതായിട്ടല്ല, പഴിക്കുന്നതായിട്ടല്ല, പിറുവിറുക്കുന്നതായിട്ടല്ല. പിറുവിപ്പോ പഴുപ്പോ അല്ലെങ്കിൽ പഴിയൊക്കെ വന്നാൽ അതൊരു ദുർഗന്ധമായി പോയത്, എന്നാൽ വളരെ സന്തോഷത്തോടെ അത് കർത്താവ് സ്വീകരിച്ച്, അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിച്ച് പിതാവിനൊരു സുഗന്ധമായി സമർപ്പിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, പിതാവായ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഈ നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ പ്രായശ്ചിത്തത്തിനായിട്ട് ദഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, എപ്രകാരമാണോ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ആ അതിവേദനയും പിച്ച് ചിന്തലും
പഴിയും ഒക്കെ കേട്ടിട്ട് ഒരു ദുർഗന്ധത്തിന് പോലും വകയില്ലാതെ അവിടൊക്കെയും പുത്രനായ ക്രിസ്തുവിന്റെ ചിന്ത മുഴുവനും മുൻപിലുള്ള സന്തോഷത്തെ ഓർത്ത് ഈ അപമാനത്തെ അലക്ഷ്യമാക്കിയെന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന വേദനകളും വ്യതകളും ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്നൊരു അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, വേദനയോടെ ഒന്ന് ചോദിച്ചു, കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നെടുത്ത് മാറ്റിത്തരണം. കാരണം അത് ദൈവികത്വത്തെ കാണിക്കുന്നത്, മനുഷ്യത്വത്തെ കാണിക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ രണ്ടുമുണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്, ഡിവിനിറ്റിയും ഉണ്ട്. ആ ഹ്യൂമാനിറ്റിയുടെ പ്രതികരണമാണ് അവിടെ കണ്ടത്. എന്നാൽ കാൽവറി ക്രൂശിലേക്ക് കടന്നു എന്ന് യാഗമായി അനുഭവിക്കുമ്പോൾ ആ യാഗത്തിന്റെ അനുഭവം, ത്യാഗത്തിന്റെ അനുഭവം ഡിവിനിറ്റിയാണ്. എന്നാൽ മരണം ഹ്യൂമാനിറ്റിയാണ്. ദൈവത്തെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. അപ്പൊ ആ മരണം, ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും ഒരുപോലെ 100% ചേർന്ന്, അല്ലേ? നമ്മളത് ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ, ക്രിസ്തീയ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ഒത്തിരി ഡിബേറ്റ് ആദ്യ കാലഘട്ടത്തിൽ, ആദ്യ നൂറ്റാണ്ടിൽ. പകുതി ക്രിസ്തുവും പകുതി ദൈവവുമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഡിവിനിറ്റി കടന്നു വന്നതെന്നൊക്കെ, അത് മരണത്തോട് പോയെന്നൊക്കെ ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാരായ ആളുകൾ, ആദ്യ പിതാക്കൾ അതിനെക്കുറിച്ച് വാദിച്ചു. എന്നാൽ വാദത്തിനും ഒക്കെ അവസാനമായി ഒരു ക്രീഡ് വന്നു, നൈസിൻ ക്രീഡിൽ വന്നേച്ച് പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ആരും വാദിക്കണ്ട, ഇത് 100% ഗോഡും 100% മാനുമാണ്. മനസ്സിലായോ? ഇത് പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനുമാണ്. അപ്പൊ ചോദിച്ചു, എന്നെങ്ങനെയാ ദൈവത്തിന് ഇത് സാധ്യമാകുന്നത്? അപ്പോൾ മനുഷ്യന് ആരെക്കൊണ്ടും ഒരാളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയുകയില്ല, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഡിവിനിറ്റി കൈവിടാതെ യേശു ക്രിസ്തു ആ ഡിവൈൻ, അല്ലെങ്കിൽ ആ ദൈവത്വം ഹോൾഡ് ചെയ്യുന്നത്. അത് പൂർണ്ണമായിരുന്നു, മരണത്തിലും പൂർണ്ണമാണ്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിന് മരിക്കാൻ കഴിയുകയില്ല. ആർക്കെ മരിക്കാൻ കഴിയൂ? മനുഷ്യനെ മരിക്കാൻ കഴിയൂ. അപ്പോൾ ആ ഹ്യൂമാനിറ്റിയും കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടു. അത് മനസ്സിലാക്കണേ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലോട്ട് വന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായിട്ടും പൂർണ്ണ ദൈവമായിട്ടാണ് വന്നത്. അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് ഒത്തിരി വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനത്തിന് ഐസിൻ ക്രീഡിനകത്ത് വന്നാണ് അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുന്നത് ആദ്യ പിതാക്കന്മാർ. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതിലൊത്തിരി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് നടത്തി. ഒന്നാമത്തെ ആർഗ്യുമെന്റ്, ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ഇല്ല, ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യനായിട്ട് കർത്താവ് അവിടെ നിന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, പൂർണ്ണ മനുഷ്യനാണെങ്കിൽ മനുഷ്യന് ഒരു മനുഷ്യന്റെ പാപത്തെ കഴുകാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പൂർണ്ണ ദൈവമായി തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന് വ്യത്യാസം വരാതെ പൂർണ്ണ ദൈവമായി പൂർണ്ണ മനുഷ്യനായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പ് വരെ ഈ ദിവ്യത്വവും മനുഷ്യത്വവും ഹോൾഡ് ചെയ്ത്, അതാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ദൈവമക്കളായി തീരത്തുള്ളൂ. അവിടെയാണ് കർത്താവ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയെ വിശ്വസിക്കുവാൻ ഈ ലോകത്തിലെ നേതാക്കന്മാരും മതങ്ങളും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. യെസ്, അവനൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു, ഒരു ലിബറേറ്റർ ആയിരുന്നു. എന്നാൽ അതിനപ്പുറമായി ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിലെ ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തിലെ ക്രിസ്തു എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ ജനനം. അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. ഒരുത്തിനും അത് പ്രൂവ് ചെയ്യാൻ കഴിയുകയില്ല. കന്യക ഗർഭിണിയായി ഒരു അതിനെ പ്രസവിക്കണമെങ്കിൽ ബയോളജിക്കലായിട്ട് ആർക്കും അത് തെളിയിക്കാൻ കഴിയുകയില്ല. അത് തെളിയിക്കാൻ നമുക്കൊട്ട് ഒക്കത്തുമില്ല. അതുകൊണ്ടാണ് അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അംഗീകരിക്കാൻ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, വിശ്വാസം കൂടാതെ എന്റെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. രണ്ട്, അവന്റെ മരണമല്ല, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒത്തിരി വാദഗതികളുണ്ട്. നമ്മള് കൺഫ്യൂഷൻ ആക്കാൻ പറയുകയല്ല. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് തെളിവുകൾ പറയുന്നുണ്ട്. എന്നാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ് വെളിപ്പെട്ടത് അവന്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ല. അത് റെക്കോർഡായിട്ട് വച്ചെങ്കിലും അത് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടത് അവര് എഴുതിയെങ്കിലേ പറ്റൂ. അത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ ആ ഒരു ഫെയ്ത്ത് കൺസെപ്റ്റിൽ വായിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു വിശ്വാസിയായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ പറയുന്നുണ്ട്,
അവന്റെ കന്യാജനനത്തെ, കർത്താവ് യേശു കന്യാജനനത്തെ കുറിച്ച് റോമൻ പടയാളികളെ കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. ഇതൊന്നും ഒരു ദൈവപൈതലിനെ ബാധിക്കുന്നതല്ല. കാരണം അവന്റെ ജീവിതത്തിൽ എബ്രായ ലേഖന കർത്താവ് വ്യക്തമായി പറയും, ഇങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങൾ ആലയത്തിലും ദൈവമക്കളുടെ ഇടയിലും കടന്നു വന്നപ്പോൾ എബ്രായ ലേഖന കർത്താവ് വ്യക്തമായി എഴുതി, വിശ്വാസം കൂടാതെ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവം ഉണ്ടെന്നും അവൻ നമ്മുടെ മധ്യ വസിക്കുന്നുവെന്നും അവൻ തക്ക സമയത്ത് പ്രതിഫലം തരുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതിന്റെ അർത്ഥം ഈ ദൈവം ആമേസ്തോത്രം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ, ആ വിശ്വാസം കൂടാതെ, അല്ലെങ്കിൽ പനി സൗഖ്യമാകുന്ന വിശ്വാസമല്ല, നമുക്ക് അവകാശം പറഞ്ഞ് പ്രാപിക്കുന്ന ഭൗതിക നേട്ടങ്ങളുള്ള വിശ്വാസമല്ല, മറിച്ച് യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്നാനത്തിൽ ഏറ്റവും വ്യക്തമായി, ബാക്കി എന്തൊക്കെ പറഞ്ഞാൽ പിള്ളേരെ ചോദിച്ചാൽ എന്തിനാ സ്നാനപ്പെട്ടെന്ന് ചോദിച്ചാൽ പറയും അതെല്ലാവരും പെട്ട്, ചിലർ പെട്ട്, ചിലർ കുടിക്കാൻ, അല്ലെ വെള്ളം കുടിക്കുക, അതൊക്കെ പറയും. പക്ഷെ അവർക്ക് അറിവായി വരുമ്പോൾ അത് മാറും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആമേസ്തോത്രം ഹല്ലേലൂയ, ഈ സ്നാനത്തിൽ സ്നാനകർത്താവ് പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ കർത്താവായ യേശു ക്രിസ്തു ദൈവമെന്ന് നീ പബ്ലിക്കായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ, ആ ഒറ്റ ചോദ്യത്തിലാണ് സ്നാനാർത്ഥി സ്നാനപ്പെടുത്തുന്നത്. ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവൻ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അപ്പോൾ അവന്റെ ഉള്ളിലുള്ളത് ചരിത്രപരമായ ഒരു ക്രിസ്തുവിനെ അല്ല അവൻ വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിക്കണം, അതെല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ അതിനപ്പുറമായി ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ വിശ്വസിച്ചാണ് നമ്മൾ എല്ലാവരും അവന്റെ മക്കളാക്കി തീർന്നത്. അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വിശ്വാസമാണ് നമ്മളെ പിതാവായ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തതെന്നുള്ളത് ഒരു വലിയ മർമ്മം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. ആ സ്നാനപ്പെടുമ്പോൾ മറ്റെന്ത് തന്നെയാണെങ്കിലും മുങ്ങി പൊങ്ങി കഴുകി കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞാലും അവന്റെ ആത്യന്തികമായ ഉറപ്പ് അവനാകേണ്ടത് മനുഷ്യർ വിശ്വസിക്കുന്നത് പോലെ ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എങ്കിൽ മാത്രമേ അവനെ മരിക്കാൻ അനുവദിക്കാവൂ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ ശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദഹിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായിരുന്നെങ്കിൽ അവിടെ പുറവരുത്തന്നെ. എന്നാൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു. ആ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനിൽ ഒരു ദുർഗന്ധവും വമിക്കാത്ത നിലയിൽ, അവന്റെ ഒരു വാക്കുകൊണ്ട് പോലും പിതാവിനെ പഴിക്കാതെ അവനെന്നും പഴിച്ചിരുന്നെങ്കിൽ ആമേസ്തോത്രം പിതാവായ ദൈവത്തിന്റെ മണം ചെല്ലുന്നത് ദുർഗന്ധമായിരിക്കും. അതുകൊണ്ടാണ് എബ്രായ ഭാഷയിൽ അതിനെ പറയുന്നത് ഇറ്റ് കൺവേർട്ട് ഇൻടു ദി ഇൻസെക്ട്സ്. ആ ദഹനം, ബേണിംഗ് എന്ന് പറയുന്നത് ഒരു മണമായി സൗരഭ്യമായി പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ ആ യാഗത്തെ എന്ത് ചെയ്യണം? പൂർണ്ണമായി ദഹിപ്പിക്കണം. അപ്പോൾ അതിന്റെ ഉത്തരം അതാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യാഗവസ്തുവിന് ഇത്രമാത്രം അധികം പെർഫെക്ഷൻ കൊടുക്കുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്തിനാ ഇത്ര പെർഫെക്ഷൻ കൊടുക്കുന്നത്? എന്തിനാ? അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല, അത് കൊണ്ടുവരുന്നവന് ഈ പ്രായശ്ചിത്തം ആർക്കാ കിട്ടുന്നത്? ഈ ആടിനെ. അതിന്റെ വാക്യം വായിച്ച 4-ാമത്തെ വാക്യം വായിച്ച ലേവ്യ പുസ്തകം 1:4. എന്നാൽ അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുന്നതാ. ആർക്ക് വേണ്ടിയാ? ആരാണോ കൊണ്ടുവന്നത് അവൻ ആ തലയിൽ കൈവയ്ക്കുന്നത് ആടിന്റെ. സാധാരണ യാഗങ്ങളിൽ കൈവയ്ക്കുന്നത് പുരോഹിതന്മാര്. എന്നാൽ ഹോമയാഗത്തെ സംബന്ധിച്ച് ഈ യാഗമൃഗത്തിന്റെ മേലിൽ കൈവയ്ക്കുന്നത് കൊണ്ടുവരുന്നവന്. ആ കൊണ്ടുവരുന്നവന് പ്രായശ്ചിത്തമായി ആമേശ്വരം അവിടെ പറയുന്നത്, അവൻ എല്ലാം ആമേശ്വരം പള്ളിയിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാ, it shall be accepted for him. അവന്റെ പ്രസാദമായി തീരുവാൻ. അതുകൊണ്ട് ആമേശ്വരം പള്ളിയിൽ അതുകൊണ്ടെന്ന വ്യക്തിക്ക്, അതുകൊണ്ട് കൊണ്ടുവന്ന വ്യക്തിക്കാണ് ഈ പ്രായശ്ചിത്തം ലഭിക്കുന്നത്. അപ്പോൾ എന്നിൽ, അതിന്റെ അർത്ഥം ഈ കൊണ്ടുവന്ന വ്യക്തി ഒരാടിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടു എന്തിനാ ഇത്ര പെർഫെക്ഷൻ? അതിന് പുറം നോക്കണം, അതിനെ സെലക്ട് ചെയ്യണം, നല്ല ശരീരഘടന ഉണ്ടായിരിക്കണം, കണ്ണുപൊട്ടും ചീഞ്ഞതും ഒന്നും ആകരുത്, മുടത്തുള്ളതാകരുത്. പിന്നെ തന്നെയല്ല അതിന്റെ പുറം ഒന്ന് ഒഴിഞ്ഞേച്ച് എന്തെങ്കിലും അകത്ത് വല്ലതും ഉണ്ടോ നോക്കണം. പിന്നെ അതിനെ ആൾക്കാർ ഉപരിയായി ആന്തരികമായിട്ട് നോക്കണം. പിന്നെ കാല് കഴിയണം, കുടല് കഴിയണം. ഇതൊക്കെ നോക്കി ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊരു മൃഗത്തെ കൊണ്ടുവരേണ്ട പ്രാധാന്യം എന്താണെന്ന് ആമേശ്വരം വലിയ ആൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് കൊണ്ടുവരുന്നവനാണ് ഈ പ്രസാദം ലഭിക്കുന്നത്. അപ്പോൾ അവൻ പറയുക, എനിക്ക്
ദൈവത്തിന് പ്രസാദമായി കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഞാനാണ് ആടുമായി കൊണ്ടുപോകുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തിന് കൊടുക്കാനായിട്ടൊന്നുമില്ല. എന്നിൽ പാപമുണ്ട്, എന്നിൽ കളങ്കമുണ്ട്, എന്നിൽ ഒരു ചെറിയ കളങ്കങ്ങൾ അല്ലെങ്കിൽ കറ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മനുഷ്യൻ നിൽക്കുമ്പോൾ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് സകലതും പരിശോധിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ട് അർപ്പിക്കുമ്പോൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അതിൽ ദൈവം പ്രസാദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഈ കൊണ്ടുവരുന്നവന് വേണ്ടി പിതാവായ ദൈവം അത് സ്വീകരിച്ചുവെങ്കിൽ, ദൈവമക്കളെ ഹല്ലേലൂയ, നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടല്ല, ആമേൻ, നമുക്ക് പ്രായശ്ചിത്തം തന്ന് നമ്മൾ കൊടുത്ത ഏതെങ്കിലും നന്മകൾക്കോ നമ്മുടെ ഹൃദയം കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ കുറ്റമായി കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും അല്ല എന്റെ ദൈവം അതിൽ പ്രസാദിച്ചത്. മറിച്ച് ആമേൻ, പിതാവായ ദൈവത്തിന് അറിയാം നിന്നെ കൊണ്ട് കഴിയുകയില്ല, എനിക്ക് കഴിയുകയില്ലെന്ന് എനിക്കറിയാം. അത് നമ്മൾ സമ്മതിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ സ്തോത്രം, അതിനുവേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ, പെർഫെക്റ്റ് ആയ ഒരുവനെ ഈ ലോകത്തിലേക്ക് അയച്ചു. തികഞ്ഞ ഒരുവൻ, പാപമേശിട്ടില്ല, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, അവനെ കർത്താവ് നമുക്ക് പിതാവായ ദൈവം തന്നിട്ട് അവന്റെ മേലിൽ നമ്മൾ കൈവച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഒരു യാഗം, അതിൽ എപ്രകാരം ദൈവം പ്രസാദിച്ചോ ആ പ്രായശ്ചിത്തമായി എനിക്ക് ലഭിച്ചത്. ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടിയ ഈ ഹോമയാഗം മറന്നു പോകരുത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒരാടിനെ കൊണ്ടുവന്ന് ചുമ്മാ യാഗം കഴിക്കുകയല്ല. അവൻ ആടിനെ കൊണ്ടുവന്നതിന് ഒരു പ്രമാണമുണ്ട്, എങ്ങനെ അർപ്പിക്കണമെന്ന് പ്രമാണമുണ്ട്, എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് പ്രമാണമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ സ്തോത്രം പുതിയ നിയമവിശ്വാസികൾ എത്രമാത്രം ദൈവത്തിന് പ്രസാദകരമായി തീർന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതാണ് ആമേൻ പറയുന്നത്, അവന്റെ പുത്രൻ എത്രത്തോളം ദൈവം പ്രസാദിച്ചുവോ അത്രത്തോളം പ്രസാദം നമുക്ക് കിട്ടിയിരിക്കുക. അതാണ് ദൈവത്തിന്റെ കൃപ, അതാണ് ദൈവത്തിന്റെ ദയ. പ്രൈസ് ദി ലോർഡ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ദൈവത്തിന് നന്ദി കരേറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പുറകുറുപ്പും ഭാരങ്ങളും കഷ്ടങ്ങളും വേദനകളും ശോധനകളും കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഒരു സ്തോത്രയാഗം അർപ്പിക്കുവാൻ നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, നമുക്ക് തരുന്ന ആമേൻ ഭൗതികമായ നേട്ടത്തിലോ നോട്ടത്തിലോ ഒന്നുമല്ല എന്റെ ദൈവം പ്രസാദിക്കുന്നത്. മറിച്ച് എനിക്ക് ലഭിച്ച കൃപയെ ഓർത്ത്, എനിക്ക് ലഭിച്ച ദയയെ ഓർത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. രക്ഷിക്കപ്പെട്ട നാൾ എത്രയോ ഭാഗ്യനാളാ, അല്ലേ? ഭക്തൻ പാടി ഭാഗ്യനാൾ, ഭാഗ്യനാൾ, അല്ലേ? എന്താ പാട്ട്? യേശുവിൻ പാപം തീർത്ത നാൾ. ആമേൻ സ്തോത്രം. ആ തീർത്ത നാൾ എത്രയോ ഭാഗ്യമായ ഒരു അവസ്ഥയാ ദൈവമക്കളെ. അത് മനസ്സിലാക്കിയത് അറിഞ്ഞ് ആമേൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവമക്കളെ, നമുക്ക് അതിൽ പുകഴുവാൻ ഒന്നുമില്ല. പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ ചെയ്ത് കൊണ്ടുവന്ന മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച്, പുരോഹിതനാ സാധാരണ കൈവയ്ക്കുന്നതിനാൽ ഇവിടെ ആ മൃഗം കൊണ്ടുവരുന്ന വ്യക്തിയാണ് കൈവച്ചത്. അവൻ ഏകീഭവിക്കുന്ന ചിത്രമാണ്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുമായി ഏകീഭവിച്ച് ദൈവത്തോട് ചേർന്ന്, കർത്താവേ നീ എനിക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ആമേൻ സ്തോത്രം. എന്നെ അർപ്പിക്കാനായിരുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും പൈസ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊക്കെ കറയും ചെളിയും പിടിച്ചതാ, അതൊന്നും ആമേൻ നടപ്പാകത്തില്ല. ആമേൻ പെർഫെക്റ്റ് ആയിട്ട് എന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വരുവാൻ നീ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു. അവൻ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും ഈ ലോകത്തിൽ ജീവിച്ച് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ, പ്രായശ്ചിത്തം തന്നെങ്കിൽ, അവനിൽ പ്രസാദിച്ച പ്രസാദമാകുന്ന കൃപ, ദയ എന്റെ മേൽ പ്രസാദിച്ചത് കൊണ്ട്, എനിക്ക് ആ കൃപ ലഭിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ദൈവത്തിന്റെ പൈതലായി നിൽക്കുകയും ആ കർത്താവിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്ത വാക്യം 11ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ വടക്ക് വശത്ത് വെച്ച് അറക്കണം. ഒരു ഭാഗം പറയുന്നു വടക്ക് വശത്ത്, അല്ലേ? 11ാം വാക്യം അങ്ങനെയല്ലേ? ആമേൻ. യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് വെച്ച് അതിനെ അറക്കണം. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അവനെ വധിച്ചു, അവനെ ക്രൂശിച്ചു. യെരൂശലേം ദൈവം വസിക്കുന്ന സ്ഥലമാണ്, അല്ലേ? ദൈവം വസിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം. മത്തായി സുവിശേഷം 16:21
ലൂക്കോസ് 5:13-33 ഒക്കെ കാണാൻ കഴിയും. യെരൂശലേമിൽ വെച്ച് കർത്താവ് കഷ്ടം സഹിക്കണമെന്ന് യേശുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നുണ്ട്, ആമേൻ, യെരൂശലേമിന്റെ വടക്ക് വശത്താണ് ആമേൻ കാൽവറി മല. യെരൂശലേമിന്റെ വടക്ക് വശത്താണ് കാൽവറി മല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കാൽവറി മലയിലെ യെരൂശലേമിന്റെ വടക്ക് വശത്ത് വേണം എന്ത് ചെയ്യേണ്ടത്? ഈ യാഗം അർപ്പിക്കുന്നത്. ഈ യാഗപീഠത്തിന്റെ അല്ലെങ്കിൽ ആ പാളയത്തിന്റെ വടക്ക് വശത്ത് വെച്ച്, യാഗപീഠം ഒതുക്കി വെച്ചതിന്റെ വടക്ക് വശത്ത് വേണം ഇത് അർപ്പിക്കുവാൻ. അതിന്റെ അർത്ഥം ആമേൻ സ്തോത്രം മറ്റൊന്നുമല്ല, യെരൂശലേമിന്റെ വടക്ക് വശത്ത് കാൽവറി മല സ്ഥിതി ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 47-ാം അധ്യായം 1 മുതൽ താഴോട്ട് വാക്യം വായിക്കുമ്പോൾ യെഹെസ്കേൽ 47-1 മുതൽ ദിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. യെഹെസ്കേൽ 47:1 വായിച്ചേ. അവരുടെ ആലയത്തിന്റെ പ്രവേശനത്തിൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ ഭാഗം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി. അവർ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി കൊണ്ടുപോയി. വെള്ളം വലത്തുഭാഗത്തോട് ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. ആ പുരുഷൻ കയ്യിൽ ചരടുമായിട്ട് എങ്ങോട്ട് നടന്നു? കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു. ആമേൻ. മതി. വടക്കുവശത്ത് ദിക്കുകളെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. ജീവനുള്ള നദി കിഴക്കോട്ടാ ഒഴുകുന്നത്. അപ്പൊ അവിടെ പ്രവാചകൻ യാഗപീഠത്തിന് ചുറ്റും നടത്തിയിട്ട് ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. യാഗപീഠത്തിന്റെ വടക്കുവശത്ത് യാഗമൃഗങ്ങൾ അറക്കപ്പെടുന്നത് കൊണ്ട്, യാഗപീഠത്തിന്റെ വടക്കുവശത്ത് വെച്ച് യാഗമൃഗങ്ങൾ അറക്കപ്പെടുന്നത് കൊണ്ട് ദൈവ നീതി നിവർത്തിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെയാ ദൈവനീതി വടക്കുവശത്തായതുകൊണ്ട് ദൈവനീതി അവിടെയാ നിവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ആ ദൈവസ്നേഹം യാഗപീഠത്തിന്റെ വശത്തുകൂടെ ഒഴുകി കിഴക്കേ വാതിലിലൂടെ ഒഴുകി മനുഷ്യൻ പാപം ചെയ്തിട്ട് ഇറങ്ങിപ്പോയത് കിഴക്കോട്ട. ആദാം ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തിട്ട് ഇറങ്ങിപ്പോയത് എങ്ങോട്ടാണെന്നറിയാമോ? ഏത് ദിക്കിലോട്ടാ? കിഴക്ക് ശീനാർ ദേശത്തേക്കാണ്. ഇല്ലേ, വായിച്ചോ. ഉൽപ്പത്തി 3:23-24 വായിച്ചേ. ഉൽപ്പത്തി 3:23-24. അവനെ എടുത്തിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏത് തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏത് തോട്ടത്തിന് കിഴക്ക് കിഴിവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാതിന്റെ ജ്വാലയമായിരുന്നു. അവയെ കിഴക്കോട്ട് ഇറക്കി വിട്ടിച്ച് കിഴക്ക് ഒരു വാതിൽ കാവൽക്കാരനെ നിർത്തിയത്. അപ്പോ കിഴക്ക് ശീനാർ ദേശത്തേക്ക് പോയി പാർത്ത ആദാം ഹവ്വായി മനുഷ്യരാശി പാപം ചെയ്തിട്ട് പുറപ്പെട്ടു പോയത് ദേശത്തിന്റെ കിഴക്ക് ഭാഗത്തോട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, യെശയ്യാ പ്രവചനം പറയുന്നത്, വടക്ക് വശത്ത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ട് അത് വലതുവശത്തൂടെ തെക്കോട്ടൊഴുകി അത് കടന്നു വന്ന് യെരൂശലേമിന്റെ അല്ലെങ്കിൽ യെരൂശലേമിന്റെ ആലയത്തിന്റെ മധ്യത്തിലൂടെ അതിന്റെ ആലയത്തിന്റെ പ്രാകാരത്തിന്റെ കീഴിലൂടെ കിഴക്കോട്ടൊഴുകി. ആ കിഴക്കോട്ടൊഴുകിയപ്പോൾ കർത്താവ് കണ്ടത് മറ്റൊന്നുമല്ല, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, കിഴക്ക് ഭാഗം തുറന്നിട്ട് അങ്ങനെ ദൈവസ്നേഹം എന്ന നദി ഒഴുകി കിഴക്കേ വാതിലൂടെ അവന്റെ പുറകെ ചെല്ലുക. ആരുടെ? പിന്മാറിപ്പോയ, പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ അകന്നു പോയവന്റെ പുറകെ കർത്താവ് ആ രക്തം അല്ലെങ്കിൽ അവിടെ ഒഴുക്കുന്ന ആ കാൽവറിയിൽ അല്ലെങ്കിൽ ആ യാഗത്തിൽ ഒഴുക്കുന്ന രക്തം എവിടോട്ടാ പോകുന്നത്? ആരെ അന്വേഷിച്ചു പോകുക? പാപം ചെയ്ത വ്യക്തികളെ അന്വേഷിച്ച് പോകുന്നതായ ഒരു ദൃശ്യം നമുക്ക് യെശയ്യാ പ്രവചനത്തിലൂടെ കാണാൻ കഴിയും. അപ്പോൾ വ്യക്തമായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ യാഗമൃഗത്തെ അറക്കേണ്ടത് വടക്കുവശത്ത് വെച്ച് അറക്കണം. അവിടെയാണ് ദൈവനീതി നിവർത്തിക്കപ്പെട്ട് അത് പ്രവാചകനിലൂടെ കടന്നു വന്ന് പറയുന്നത്. ദിക്കുകളെ കുറിച്ച് വളരെ ശക്തമായി പറയുമ്പോൾ അവിടെ ഒഴുകുന്ന രക്തം തെക്ക് വശത്തൂടെ വലതുവശത്തോടെ ഒഴുകി അവസാനം കിഴക്ക് നിന്ന് കിഴക്കോട്ട് ഒഴുകിയ പോകുന്ന വെള്ളത്തിൽ ആമേസ്തോത്രം അവിടെയാണ് അളക്കുന്നത്. 100 മുഴം 1000 മുഴം ഒക്കെ അളന്ന് അവിടെ പോകുന്നിടത്തൊക്കെ ചില പ്രാണികൾ ജീവിക്കത്തക്ക നിലയിൽ പ്രവാചകൻ ചില ദൂതുകൾ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഹോമയാഗം നടത്തിയ ആ യാഗമൃഗത്തിന്റെ രക്തവും വടക്കുവശത്ത് ചൊരിഞ്ഞതിന് ശേഷം അത് കിഴക്കോട്ടിറങ്ങിപ്പോയ ഈ പാപികളായ മനുഷ്യനെ തേടിയെത്തുന്ന ഒരനുഭവത്തിലേക്ക് വിളിച്ചറിയിക്കുന്ന ഒരു ചെറിയ ദൂതാണ്
ആമേ വടക്ക് വശത്ത് വെച്ച് ഈ യാഗമൃഗത്തെ അറക്കണമെന്ന് പറയുന്നത് അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന എസ്കേൽ പ്രവചനം 47-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. ഇനി അടുത്തത് 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറവുകളെ കുറിച്ച് പറയുന്നു അല്ലേ? 15-ാമത്തെ വാക്യം 1:15, ലവ്യ പുസ്തകം 1:15. അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പിടിച്ചു പറിച്ചു യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. മതി, പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അവന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിൽ പിഴിഞ്ഞു കളയണം. ഓ, ഇതൊരു ക്രൂരതയെ, പാവം പിടിച്ച നല്ല നിഷ്കളങ്കയായ ഒരു പക്ഷി അല്ലേ? ഈ യാഗപീഠത്തിൽ, ഈ പ്രാകാരത്തിലൊക്കെ അല്ലെ യാഗം കഴിക്കുന്നിടത്ത് മൂർച്ചയുള്ള കത്തി ഇല്ലാഞ്ഞിട്ടാണ്. കാളെ കണ്ടിക്കുന്ന കത്തി അവിടെ ഇരിപ്പുണ്ട്, ഉടലും പണ്ടവും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന കത്തി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ദൈവം പറയുന്നത് കത്തി കൊണ്ട് അതിനെ തുടരുത്. ഈ നിഷ്കളങ്കമായ പക്ഷി, ആ പക്ഷി പ്രാവ്, യഹൂദന്മാർ മലമുകളിൽ കയറി ബന്ധപ്പെട്ട് കുറുകുന്ന പ്രാവിനെ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് എങ്ങോട്ട് വരണം? താഴോട്ട് വരണം അല്ലേ? എവിടെയാ അത് കൂടെ വെച്ചേക്കുന്നത്? ഉയരത്തില്ല. പിന്നെ ആകാശത്തിൽ. പക്ഷികൾക്ക് എവിടാ? പക്ഷികൾക്ക് ആകാശമുണ്ട് അല്ലേ? ഇങ്ങനല്ലേ പറയുന്നത് കർത്താവായ ദൈവം. പക്ഷികൾ എന്തുണ്ട്? പക്ഷികൾക്ക് എന്തുണ്ട്? ആകാശം. പറവകൾക്ക് ആകാശമുണ്ട്. ഈ ആകാശത്തു നിന്ന് വന്ന ഒരു നിഷ്കളങ്കയായ ഒരു ചെറിയ പ്രാവിൻ കുഞ്ഞ് ഉയരത്തിൽ നിറങ്ങി വന്ന നിഷ്കളങ്കമായ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുക. ഈ നിഷ്കളങ്കമായ പ്രാവ് കുഞ്ഞിനെ കണ്ടിച്ചൊറ്റ അടിക്ക് കൊല്ലാൻ വെക്കാൻ പകരം ഇത്ര നീചമായ, ഇത്ര കാടത്തരമായ ഒരു കൊലപാതകം ചെയ്യുവാൻ ദൈവം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? മാത്രമല്ല വലിയ കാരണമുണ്ട്. മാത്രമല്ല, ഇത്ര നല്ല പക്ഷേ പിതാവ് പറഞ്ഞു അതിന്റെ ചിറക് പിരിച്ച് പറിച്ചെടുക്കാൻ പറഞ്ഞ ഒരു കാര്യം പഠിപ്പിക്കും. കർത്താവ് പറഞ്ഞു പറവകൾക്ക് ആകാശമുണ്ട്. ആകാശത്തിൽ വന്ന ഇവൻ പറവൻ യഹൂദന്മാർ പതുവരങ്ങളുടെ ഉള്ളിൽ പോയി പ്രാവിനെ പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ആമേ സ്വർഗത്തിന്റെ പ്രമോദമായവൻ കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാവിനെ ഒന്ന് നോക്കിക്കേ. നിഷ്കളങ്കമായ പ്രാവ് എവിടുന്നാ വന്നേ? ഭൂമിയുടെ പൊത്തിൽ നിന്നും അല്ല അതിനെ പിടിക്കുന്നത്, ഉയരത്തിൽ നിന്നാ അതിനെ പിടിക്കുന്നത്. ഉയരത്തിൽ നിന്ന് എങ്ങോട്ടാ വരുന്നേ? യാഗം കഴിക്കാൻ താഴോട്ടാ വരുന്നേ. ഈ പറവുകൾക്ക് എവിടാ ശ്വാസം? അവന്റെ ആകാശത്തിൽ വസിച്ച, സ്വർഗത്തിൽ വസിച്ച കർത്താവായ യേശുക്രിസ്തു, സ്വർഗത്തിന്റെ പ്രമോദമായവൻ, പിതാവായ ദൈവത്തിന് സമനായ പുത്രനെ താഴെ കൊണ്ടുവന്നപ്പോൾ, ക്രൂശിനെ യാഗമായി അർപ്പിച്ചപ്പോൾ പിതാവ് ഒരു കരുണയും അതിനോട് കാണിച്ചില്ല. നമ്മളൊരു പ്രാവിനെ പിരിച്ചു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ കാടത്തരമെന്ന് പറഞ്ഞെങ്കിൽ, തന്റെ പുത്രനെ മുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന തന്റെ പിതാവ്, തനിക്ക് സമനായ പിതാവ്, പിതാവിന് പ്രമോദമായവനെ ഉയരത്തിൽ താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്ന് ഇത്ര നീചമായി യാതൊരു കരുണയും കാണിക്കാതെ പിരിച്ച് ഒറ്റയടിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലാമായിരുന്നു. ഇല്ല, ഇഞ്ചിഞ്ചായി അവൻ കാൽവറിയിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഏറ്റവും നീചമായ ക്രൂശ് മരണം അവന് കൊടുത്തപ്പോൾ അവൻ പിതാവ് ആഗ്രഹിച്ചതാണ്. അവനോട് പറഞ്ഞു, ഇത് രണ്ടാക്കരുത് അല്ലേ? ഇത് പിരിച്ചതിനെ പിഴിഞ്ഞു വേണം ചാറെടുക്കാൻ. ഇതിനെ രണ്ടാക്കരുത്. ഈ കർത്താവിൽ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ഉണ്ട്. അതാണ് അവന്റെ ദൈവശാസ്ത്രം. ഇതിനെ രണ്ടാക്കിയത് രണ്ട് വേർതിരിക്കരുത്. കാൽവറി ക്രൂശിൽ ചെല്ലുമ്പോൾ ചില വാഗ്വാദങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ പിതാക്കന്മാർ ഉയർത്തെഴുന്നേൽപ്പിച്ചു പറഞ്ഞു, അവൻ കാൽവറി ക്രൂശിലേക്ക് കയറുന്നപ്പോൾ അവന്റെ ഡിവിനിറ്റി നഷ്ടപ്പെട്ടു. കാരണം ദൈവത്തെ കൊല്ലാൻ ആർക്കും കഴിയുകയില്ല. പിതാവ് പറഞ്ഞു അതിനെ കണ്ടിക്കരുത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന നിഷ്കളങ്കമായ പക്ഷി. അവൻ ആകാശത്തിൽ എനിക്ക് സമനായിരുന്നവനാ. അവനെ താഴോട്ട് കൊണ്ടുവന്ന് നീചമായി മരണം കൊടുക്കുമ്പോൾ അവൻ ഒരു കരുണയുമില്ലാതെ അവനെ പിരിച്ചു കൊല്ലുമ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതിനെ കണ്ടിച്ച് ഒരു രോമം പൂട പോലും ഒരു തൂവൽ പോലും താഴെ വീഴാതെ അതിനെ പിരിച്ച് കൊന്ന് യാഗമർപ്പിക്കുവാൻ. ഒരു കാരണവശാലും മരണത്താൽ 100% ഹ്യൂമാനിറ്റിയും 100% ഡിവിനിറ്റിയും വേർതിരിക്കാതെ കാൽവറി ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചത് എന്റെ പിതാവിന്റെ ഹിതമായിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു നിർത്താം. ആമേൻ. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ ഈ പ്രാവിനെ കൊന്ന് പിതാവായ ദൈവം ഇത്ര കാടത്തരമായിട്ട് ആമേൻ സ്തോത്രം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അവരൊക്കെ പിറുപിറുത്ത് കാണും, കാരണം അവർക്കത് മനസ്സിലാകത്തില്ലല്ലോ. ഈ ആടുകളെയൊക്കെ ഒറ്റയടിക്ക് കൊന്ന് രണ്ടാക്കി അതിനെ കൊണ്ട് ഉടലും ഒക്കെ എടുത്ത് കഴിയുമെങ്കിൽ ഈ പ്രാവിനെ, നിഷ്കളങ്കമായി പക്ഷിയെ, ആമേൻ സ്തോത്രം, കുറുപ്രാവിനെ
അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഈ കുറുപ്രാവിനെ നിഷ്കളങ്കമായി പക്ഷിയെ ഉയരത്തുനിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഒരു കത്തി വെച്ച് രണ്ടായിട്ട് കീറി യാഗത്തിൽ അർപ്പിക്കേണ്ടതിന് പകരം ഇത്ര നീചമായി ഒരു കാടത്തരം കാണിച്ചിട്ട് എന്തിനാ അവനെ കൊന്ന്? ഇല്ല ദൈവമക്കളെ, ഇത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. എനിക്ക് പിതാവ് പറയുക, എനിക്ക് സമനായ ഒരുവൻ, എന്റെ പുത്രൻ, എനിക്ക് പ്രമോദമായവൻ, എന്റെ കൂടെ വസിച്ചവൻ, അവൻ താഴേക്ക് വന്നോ അവനെ ഈസിയായിട്ട് കൊല്ലാമായിരുന്നു. എന്നാൽ ആ മേസ്തർ ഒരു കരുണയും ഞാൻ കാണിച്ചില്ല. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. Praise the Lord. Hallelujah. ആമേൻ. അവന്റെ മരണത്തിൽ പോലും ഈ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും നഷ്ടപ്പെട്ടു പോകാതെ അത് മുറുകെ പിടിച്ചുകൊണ്ട് മരണത്തെ കൈവരിക്കുവാൻ ഇത്ര നീചമായി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നാം വളരെ ഈസിയായി ദൈവസന്നിധിയിൽ വന്ന് അർപ്പിക്കുന്ന ഈ അർപ്പണം, യാഗാർപ്പണം, അത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കി ഏത് വില കൊടുത്തും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏത് ത്യാഗം സഹിച്ചും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ പ്രിയ ദൈവമക്കളെ നമുക്കൊന്ന് ഒരുങ്ങാം. ലേവ്യ പുസ്തകത്തിന്റെ പ്രാധാന്യത എല്ലാ പുസ്തകങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഈ ലേവ്യ പുസ്തകം, ഇത് യാഗത്തെ കുറിച്ച് മനസ്സിലാക്കി ഇത് പഠിച്ചു കഴിയുമ്പോൾ നാം ദൈവസന്നിധിയിൽ വന്നിരുന്ന് സ്തോത്രം പറയുന്നതിന്റെ മഹത്വം എത്രയാണെന്ന് നാം അന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് ഇത് നിസ്സാരമായി എടുക്കരുത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആ മേസ്തു വന്നിരുന്ന സമയം മുതൽ ഈ ആലയത്തിൽ തന്നെ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവനൊന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കണം. ആ മേസ്തോ എനിക്ക് വേണ്ടി പിടഞ്ഞ് കാടത്തരമായി മരിച്ച് ആമേ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത എനിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് അല്പസമയം സഹിക്കുവാൻ സഹനശക്തി ഇല്ലാതെ എന്റെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ ഞാൻ പോകുന്നുവെങ്കിൽ എത്രമാത്രം നന്ദികേടാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഭരിച്ചിട്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പ്രിയ ദൈവമക്കളെ നമ്മൾ ഇന്ന് തയ്യാറാകണം. അതിനായി നമുക്ക് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.